ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള എ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ഫസ്റ്റ് 3 എപ്പിസോഡ് റിലീസ് ആയിട്ടുണ്ട്. ഇത് ബേസിക്കലി ജോർജ് ആർ മാർട്ടിൻ്റെ എ ടെയിൽ ഓഫ് ഡങ്ക് ആൻഡ് എഗ് എന്ന് പറഞ്ഞൊരു നോവൽസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു 3 പാർട്ട് ബുക്ക് സീരീസ് ആണ്. അതിനകത്ത് ദ ഹെഡ്ജ് നൈറ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീസൺ ഇറങ്ങുന്നത്. സോ ഇത് 1998 റിലീസായിട്ടുള്ള ഒരു ബുക്കായിരുന്നു. ചെറിയൊരു ബുക്കാണ്. ഇതിന്റെ ഫസ്റ്റ് 3 എപ്പിസോഡ് ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് 3 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇത് ഗെയിം ഓഫ് ത്രോൺസ് പോലെയോ അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺസ് പോലെയൊക്കെയോ വലിയ പൊളിറ്റിക്സും അങ്ങനെ വലിയൊരു ക്യാൻവാസിലുള്ള ഒരു സെറ്റപ്പ് അല്ല. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന്റെ ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിന്റെ ഇവന്റ്സിന് ശേഷം ഒരു 80 ഇയേഴ്സും അതുപോലെ ഗെയിം ഓഫ് ത്രോൺസിന് ഒരു 90 ഇയേഴ്സിന് മുൻപേ നടക്കുന്നതാണ്. അതായത് ഹൗസ് ഓഫ് ഡ്രാഗൺസിനും ഗെയിം ഓഫ് ത്രോൺസിനും ഇടയ്ക്കുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് കാണിച്ചു പോകുന്നത്. സോ ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. സർ ഡങ്കൻ ദി ടോളും പിന്നെ എഗ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും. ഈ 2 ക്യാരക്ടറിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പും അവരുടെ ആ ഒരു വെസ്റ്റ്രോസിൽ കൂടെയുള്ള ഒരു ട്രാവലും സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടും കാണിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ സർ അലൻ ഓഫ് പെന്നിട്രി എന്ന് പറഞ്ഞൊരു നൈറ്റ് മരിക്കുന്നുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനി ആയിട്ടുള്ള ഒരു നൈറ്റ് ആണ് നമ്മുടെ ഡങ്ക്. അതിനുശേഷം പുള്ളി സാർ ഡങ്കൻ ദി ടോൾ എന്ന് പറഞ്ഞൊരു നൈറ്റിന്റെ പേരെടുക്കുകയാണ്. പുള്ളി ഒരു ഹെഡ്ജ് നൈറ്റ് ആണ്. ഹെഡ്ജ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവര് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നൈറ്റ്സ് ആയിരിക്കും. അതായത് ഇവർക്ക് അങ്ങനെ വലിയ ഒരു ഹൗസിന്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ പവറോ മണിയോ അങ്ങനെയൊന്നും ഉള്ളവരല്ല. ബേസിക്കലി വാണ്ടർ ചെയ്ത് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നൈറ്റ്സിനെ പറയുന്നതാണ് ഹെഡ്ജ് നൈറ്റ്. ഇവർ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടെയുള്ള ലോഡ്സിന്റെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ ഓരോ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് നൈറ്റ്സ് ആണ് ഇവര്. സോ ഈ ഡങ്കൻ ദി ടോൾ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഈ കിങ്സ് ഗാർഡിൽ കയറണം എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. അപ്പം പുള്ളിയുടെ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമവും അതൊക്കെ ആയിരിക്കും ഈ ഒരു സീരീസിൽ മെയിനായിട്ട് കാണിച്ചു പോകുന്നത്. പിന്നെ നമ്മുടെ സീരീസിലെ മറ്റു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എഗ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും. പേര് പോലെ തന്നെ ഒരു മുട്ടത്തലയുള്ള ഒരു പയ്യനാണ് ആ ക്യാരക്ടർ. സോ ഫസ്റ്റ് എപ്പിസോഡിൽ ഈ 2 ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശേഷം ഫസ്റ്റ് എപ്പിസോഡിൽ അതിന്റെ ആ ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു പോകുന്നുണ്ട്. ശേഷം സെക്കൻഡ് എപ്പിസോഡ് വന്ന് കഴിയുമ്പോൾ ഈ ഒരു 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കുറച്ചും കൂടി ഒരു ഇന്ററാക്ഷനും അവരുടെ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മുടെ സർ ഡങ്കൻ ടോളിന്റെ കുറച്ച് പുള്ളിയുടെ ഒരു ക്യാരക്ടറിന്റെ ഡെപ്തും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ നടക്കുന്ന ഒരു ടൂർണമെന്റിന്റെ സെറ്റപ്പും വേറെ കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ അങ്ങ് കാണിച്ചൊക്കെ പോകുന്നുണ്ട്. കൂടുതൽ പറയാത്തത് സ്പോയിലർ ആകുമെന്ന് പേടിച്ചിട്ടാണ്. സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കത് സ്പോയിലർ ആവാം. അതുകൊണ്ടാണ് കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും കടക്കാത്തത്. പിന്നെ വന്നു കഴിയുമ്പോൾ തേർഡ് എപ്പിസോഡാണ് ഈ വന്നിരിക്കുന്ന 3 എപ്പിസോഡുകളിലും ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് തേർഡ് എപ്പിസോഡാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരു എൻഡിങ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡ് ഒന്ന് പെട്ടെന്ന് തന്നെ റിലീസായാൽ മതി എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. വളരെ നല്ല രസമായിട്ട് തന്നെയാണ് ആ ഒരു തേർഡ് എപ്പിസോഡ് എടുത്തിരിക്കുന്നത്. 3 എപ്പിസോഡ് നല്ലതാണ്. 3ലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് തേർഡാണ് മാത്രം. സോ ഇതിന്റെ ഒരു മേക്കിങ്ങും എല്ലാം ഒരു നല്ല രസമുണ്ട്. ആ ഒരു സീരീസിന്റെ ഒരു വൈബൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണാത്ത ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് കണ്ടു നോക്കാം. ചെറിയ ഡ്യൂറേഷൻ ഒക്കെ വരുന്നുള്ളൂ. 10-45 മിനിറ്റിന്റെ താഴെ ഉള്ളൂ ഓരോ എപ്പിസോഡ്. ടോട്ടൽ 8 എപ്പിസോഡ്സ് ആണ് വരുന്നത്. സോ പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ബുക്ക് ബേസ്ഡ് സീരീസ് ആയതുകൊണ്ട് തന്നെ ബുക്കിന്റെ ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ എന്ന് പറയാം. ഒരു ഡിറ്റോ ബുക്കിനകത്ത് എന്തുണ്ടോ അത് തന്നെയാണ് ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഡയലോഗ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റോ അതുപോലെ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഓതർ ആയിട്ടുള്ള ജോർജ് ആർ മാർട്ടിൻ ഏറ്റവും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ഇത് തന്നെയാണ്. ഈ ഒരു എ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് ആണ്. ഇപ്പം ഈ ഗെയിം ഓഫ് ത്രോൺസ് എടുത്താലും അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് ഒക്കെ എടുത്താലും അതിലും ഉപരി പുള്ളിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ഇതാണെന്നാണ് നമ്മൾ ഇന്റർനെറ്റിലൊക്കെ നോക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ പുള്ളി ഈ ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് നടക്കുന്ന സമയത്ത് തന്നെ HBO ഇങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് സീരീസ് ആക്കണം എന്നുള്ള രീതിയിൽ അവരോട് അന്ന് മുതലേ പുള്ളി പറയുന്ന ഒരു സംഭവമാണ്. ഇത്
ടോട്ടൽ ഒരു 3-4 എപ്പിസോഡൊക്കെ കാണത്തുള്ളൂ. 3 ബുക്കാണുള്ളത്. അപ്പോൾ ഒരു സീസൺ ഒരു ബുക്കായിട്ട് ഇറക്കി ഒരു 3 സീരീസ് ഒക്കെ ആയിട്ടേ കാണത്തുള്ളൂ. സോ നെറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് സീരീസിന്റെ കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടി ജോർജ് ആർ മാർട്ടിൻ ഈ ഷോ പ്രൊഡ്യൂസേഴ്സിന് കുറച്ചും കൂടെ ലീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സീരീസ് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഇതുവരെ ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങി. കാരണം ഇനി അങ്ങോട്ട് പോകുന്നതോറും കുറച്ചൊക്കെ സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. ഒരു ഗെയിം ഓഫ് ത്രോൺസോ അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺസോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് പോയി കാണണ്ട. അത്രയും വലിയൊരു ക്യാൻവാസ് ഒന്നും പ്രതീക്ഷിച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. കാരണം ഇത് വേറെ തന്നെ ഒരു പരിപാടിയാണ് ഇതിനകത്ത് അവർ പിടിച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സീരീസ് ആണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ വീഡിയോസിനും ഫിലിം റെക്കമെൻഡേഷൻ, സീരീസ് റിവ്യൂസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക.